എല്ലാവർക്കും സ്വാഗതം. തിരുവനന്തപുരത്ത് വേളി എന്ന സ്ഥലത്തു നിന്നുള്ള ചില കാര്യങ്ങളാണ് ഒരുമിച്ച് കാണാൻ പോകുന്നത്. വേളി തിരുവനന്തപുരത്ത് സിറ്റിയിൽ നിന്ന് ഏകദേശം ഒരു 8 കിലോമീറ്റർ ദൂരത്തിലാണ് ഈ വേളി സ്ഥിതി ചെയ്യുന്നത്. വളരെ മനോഹരമാകുന്ന സ്ഥലത്ത് ചെറിയ ടോയ് ട്രെയിൻ ഇതിലേക്കൂടെ കടന്നു പോകുന്നുണ്ട്. ഈ ടോയ് ട്രെയിനിലൂടെ ഈ ഗാർഡൻ്റെ ഭംഗിയൊക്കെ നമുക്ക് ആസ്വദിക്കാൻ സാധിക്കും. ഇതിന് തൊട്ട് വലത്തുവശത്ത് ഒരു കായൽ ഉണ്ട്. ഈ പാർവതി പുത്തനാർ എന്നറിയപ്പെടുന്നതായ ഒരു പ്രശസ്തമായ കനാല് ഈ കായലുമായി വന്നു ചേരുന്നു. വളരെ പ്രകൃതി രമണീയമായ ഈ സ്ഥലത്ത് ഒരു ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് കാണാൻ സാധിക്കും. ആ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിൻ്റെ അരികിലുള്ളതാകുന്ന തടാകത്തിലാണ് ഈ കാഴ്ചകൾ. ഇതാണ് ആ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ്. നടന്നുപോയ വളരെ മനോഹരമായിട്ടാണ്. ഇതിലേക്കൂടെ ആ ടോയ് ട്രെയിൻ കുട്ടികളെയും കൊണ്ട് വരുന്നത് വളരെ മനോഹരമാണ്. അതിൽ കുട്ടികൾ യാത്ര ചെയ്യുന്നതോടൊപ്പം മതങ്ങളെല്ലാം പുറത്തെടുക്കുകയും എൻജോയ് ചെയ്യുകയും ചെയ്യും. വളരെ മനോഹരമാകുന്ന ഒരു കാഴ്ചയും അനുഭവമാണ് നമുക്ക് ഈ സ്ഥലത്ത് നിന്ന് കിട്ടുന്നത്. ഇതിനടുത്ത് ചേർന്ന ഒരു വിശ്രമ സ്ഥലം അത് നമുക്കവിടെ കാണാൻ സാധിക്കും. ഇതിപ്പോൾ അടച്ചിട്ടിരിക്കുകയാണ്, അത് അപകട നിലയിലായതുകൊണ്ട്. ഇതാണ് ആ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ്. ഇപ്പോഴത്തെ റെയിൽവേ ട്രാക്കിനോട് ചേർന്ന് കാണുന്നത് ബ്രിഡ്ജ്. ഇതാണ് ആ വേളി കായൽ. വളരെ മനോഹരമാണ്. ഇതിൻ്റെ സൈഡിൽ നിൽക്കുമ്പോൾ ശാന്തമായ ഒരു അന്തരീക്ഷം കാണാൻ സാധിക്കും. ഇവിടെ നമുക്ക് ഇറങ്ങി നിൽക്കാം, പക്ഷേ ഇപ്പോൾ ഇത് വളരെ അപകട നിലയിലാണ്. ഇതിൻ്റെ അടിഭാഗത്തെ മണ്ണെല്ലാം ഒലിച്ചു പോയി. ഈ ഭാഗത്ത് മനുഷ്യർ, ഞങ്ങളവിടെ നിൽക്കുമ്പോൾ തന്നെ ഒരു മനുഷ്യൻ അവിടെ നിന്ന് ഇതിൻ്റെ ഉള്ളിൽ ഒരുപാട് മനുഷ്യർ മീൻ പിടിക്കുന്നുണ്ട്. ഇതിൻ്റെ സൈഡിൽ നിൽക്കുന്ന സമയത്ത് നമുക്ക് വല്ലാത്ത ദുർഗന്ധം അനുഭവപ്പെടുന്നു. നമ്മുടെ സഹോദരങ്ങൾ അവിടെ കൊണ്ട് വേസ്റ്റുകൾ വലിച്ചെറിയുന്നത് അത് കരയ്ക്കടിഞ്ഞ് കൂടിയിട്ട് ദുർഗന്ധം വമിക്കുന്നതാണ്. അവിടെ പട്ടികളും കിളികളും എല്ലാം അവിടെ വന്നിരിക്കുന്നത് കാണാനെ കൊണ്ട് സാധിക്കും. പ്രകൃതിയോട് ചേർന്ന് നിൽക്കുന്നതാകുന്ന ഈ സ്ഥലം 1980 കേരള ഗവൺമെൻറ് ടൂറിസം വകുപ്പിനായി ഇത് ഡെവലപ്മെൻറ്റ് ചെയ്തിരുന്നത്. അവരാണ് ഇവിടെ ടൂറിസത്തിന് വേണ്ടിയിട്ടുള്ളതാകുന്ന വഴികൾ ഒരുക്കിയത്. വളരെ മനോഹരമാകുന്ന ഈ സ്ഥലം ആസ്വദിച്ച് നിൽക്കാൻ തന്നെ വളരെ ഭംഗിയാണ്. ഇതാണ് ആ കടൽ, അറബിക്കടൽ. ഈ അറബിക്കടൽ ഒരു ഭാഗത്തും മറുഭാഗത്ത് വേളിയിലേക്കും നമുക്ക് കാണാൻ സാധിക്കുന്നു. ഓക്കെ, ഈ വേളി എന്ന് പറയുന്നതാകുന്ന ഈ സ്ഥലത്തിന് വേളി എന്ന പേര് വരാൻ കാരണം ഈ അറബിക്കടലിനും വേളി കനാലിനും ഇടയിലുള്ളതാകുന്ന ഈ കെട്ടിനെ മലയാളത്തിൽ വേലി എന്നാണ് പറഞ്ഞു വരുന്നത്. അപ്പോൾ ഈ വേലി എന്നതാകുന്ന ഈ പേരാണ് പിന്നീട് വേളിയായി പരിണമിച്ച് വന്നത്. വളരെ മനോഹരമാകുന്ന ഈ സ്ഥലത്ത് ചില സമയത്ത് വളരെ ശക്തമായ തിരമാലകൾ അടിക്കാറുണ്ട്. ആ ഭാഗത്ത് അവിടെ ഒരു ഓർത്തഡോക്സ് ചർച്ച് നമുക്ക് കാണാനെ കൊണ്ട് സാധിക്കും. ആ പള്ളിയിൽ നിന്ന് എപ്പോഴും ഭക്തിഗാനങ്ങൾ ഇങ്ങനെ കേൾക്കുന്നത് മനസ്സിന് ഒരു സന്തോഷം തരുന്ന സമയമാണ്. ഞങ്ങളവിടെ ചെന്ന സമയത്ത് നല്ല ഭക്തിഗാനങ്ങളായിരുന്നു അവിടെ കേട്ടുകൊണ്ടിരുന്നത്. ഇപ്പോൾ ഞങ്ങൾ വൈകുന്നേര സമയത്താണ് ഇവിടെ ചെന്നത്. അതുകൊണ്ട് തന്നെ നല്ല ഒരു ആംബിഷൻസ് ഇവിടെ നമുക്ക് കിട്ടുന്നത്. കുട്ടികളും മുതിർന്നവരുമെല്ലാം ഇവിടെ എൻജോയ് ചെയ്യുന്നുണ്ട്. ഈ സ്ഥലം ഇത് ടൂറിസത്തിന് വേണ്ടി കൊടുക്കുന്ന ഈ സമയം, ഇതിന് മുമ്പ് തന്നെ പഴയ രാജാക്കന്മാർ ഈ സ്ഥലത്ത് വളരെ വാണിജ്യമായ കാര്യങ്ങൾ നടത്തിയിരുന്നു. 1885 മുതൽ 1924 വരെ തിരുവനന്തപുരം ഭരിച്ചതാകുന്ന ശ്രീമൂലം രാജവർമ്മ തിരുനാൾ എന്ന രാജാവിൻ്റെ കാലഘട്ടങ്ങളിൽ ഈ സ്ഥലത്ത് ഒരുപാട് തീരദേശ പദ്ധതികളും ജലഗതാഗതങ്ങൾക്കും വളരെ പ്രാധാന്യം കൊടുത്തിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ മരണത്തിന് ശേഷം 1924 ശ്രീചിത്ര തിരുനാൾ ബാലരാമവർമ്മ വീണ്ടും രാജാവായി ഭരണം ഏറ്റെടുക്കുകയായിരുന്നു. ആ
കാലഘട്ടത്തിൽ തിരുവിതാംകൂർ രാജവംശത്തിൽ മരുമക്കത്തായ സമ്പ്രദായമാണ് നിലനിന്നിരുന്നത്. അതായത് രാജാവിൻ്റെ മരണശേഷം തൻ്റെ മകനല്ല അനന്തരവൻ രാജാവായിട്ട് വാഴുന്ന ഒരു സമ്പ്രദായമായിരുന്നു തിരുവിതാംകൂർ നിലനിന്നിരുന്നത്. അതിനാലാണ് ശ്രീമൂലത്തിൻ്റെ മരണത്തിന് ശേഷം തൻ്റെ അനന്തരവനായ ശ്രീ ചിത്ര തിരുനാൾ രാജാവായി അധികാരമേറ്റത്. ഇതൊക്കെ ഇൻട്രസ്റ്റിംഗ് കാര്യങ്ങളാണ്. പണ്ട് കാലങ്ങളിൽ ഇവിടെ മനുഷ്യർ മത്സ്യം, കയറ്, തടി, നെല്ല് തുടങ്ങിയതാകുന്ന സാധനങ്ങൾ ഇതിൽ കൂടെ വഞ്ചിയുമായി കടന്നു വന്ന് വാണിജ്യം ചെയ്യുന്ന ഒരു പതിവുണ്ടായി. വേളി ഇന്ന് ഒരു വെറും വിനോദസഞ്ചാര കേന്ദ്രം മാത്രമല്ല, പക്ഷി നിരീക്ഷണത്തിനും പ്രകൃതിയെ പഠിക്കുവാനും ഈ സ്ഥലം ഉപകരിക്കപ്പെടുന്നു. ഇതിനടുത്ത് തന്നെയാണ് നമുക്ക് ശംഖുമുഖം കാണാൻ സാധിക്കുന്നത്. ഞങ്ങളവിടെ നിൽക്കുന്ന സമയത്ത് തന്നെ കുട്ടികളൊക്കെ പട്ടം വാങ്ങി ഇതിൻ്റെ കാറ്റത്ത് പറത്തി കളിക്കുന്നുണ്ട്. അവർ ആ രീതിയിൽ എൻജോയ് ചെയ്യുന്നു. അതിൻ്റെ അരികത്ത് കച്ചവടക്കാർ സാധനങ്ങൾ വിൽക്കുന്നു. അത് മനുഷ്യർ വന്ന് ഭക്ഷിച്ച് അവരതിൽ എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുന്നു. തിരികെ വരുന്ന വഴിക്ക് ഇത് കണ്ടില്ലേ, നല്ല നല്ല പട്ടിക്കുഞ്ഞുങ്ങൾ, വളരെ ക്യൂട്ടായിട്ടുള്ള പട്ടിക്കുഞ്ഞുങ്ങൾ. ഒരുപക്ഷെ ഈ കുഞ്ഞുങ്ങളെ അവർ വിൽക്കാനാണ് തോന്നുന്നു അവിടെ ഇട്ടിരിക്കുന്നത്. ഇങ്ങനെ പബ്ലിക്കിലിരുത്തി മനുഷ്യർ കാണുമ്പോൾ മനുഷ്യർ അതിനെ വാങ്ങിക്കൊണ്ട് പോകാൻ വേണ്ടി അവരവിടെ ഇട്ടിരിക്കുകയാണ്. കണ്ടില്ല, വളരെ മനോഹരമാകുന്ന പട്ടിക്കുഞ്ഞുങ്ങളാണ്. ഇതും ഇവരുടെ ബിസിനസ്സിൻ്റെ മറ്റൊരു ഭാഗമാണ്. മനുഷ്യർ ജീവിക്കാനായി ഓരോരോ വഴികൾ തിരഞ്ഞെടുക്കുന്നു. അപ്പോൾ തന്നെ ഓരോരോ മനുഷ്യർ തങ്ങളുടെ സ്വന്തം ജീവിതം നശിപ്പിക്കുന്നു.